ഹലോ ഓൾ, പി കെ ലേണിംഗ്സിന്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി, ഇന്ത്യൻ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഇന്ത്യൻ ഫിസിയോഗ്രഫിയെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ട് വരുന്നത്. അതായത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയെ പറ്റി നമ്മൾ പഠിച്ചു. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം എന്നീ 2 പ്രധാനപ്പെട്ട ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്, അതായത് ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. SCRT NCRT ചാപ്റ്റേഴ്സിൽ ഈ പറഞ്ഞ 2 ഭൂവിഭാഗങ്ങളായ ഉത്തരപർവ്വത മേഖലയെ പറ്റിയും ഉത്തര മഹാസമതലത്തെ പറ്റിയും ഉള്ള എല്ലാ കണ്ടൻസും വെച്ചുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ ഈ 2 ഭൂവിഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ഭൂഭാഗത്തിലേക്ക് പോവുകയാണ്, മറ്റൊരു ഫിസിയോഗ്രഫിക് ഡിവിഷൻസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫിസിയോഗ്രഫിക് ഡിവിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂസ് അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് കേൾക്കുമ്പോൾ എന്താണ് പീഠഭൂമി എന്നാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മുടെ പേര് പോലെ തന്നെയാണ് അതിനുള്ള ഉത്തരവും. പീഠത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഭൂപ്രകൃതി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ഭൂവിഭാഗമാണ് പീഠഭൂമി അല്ലെങ്കിൽ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത്. എന്താണ്? ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പീഠഭൂമികൾ. അതേപോലെ തന്നെ ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. നിരപ്പാർന്നതാണ്, അതിവിശാലമാണ്, ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നാണ് ഈ പറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയുന്നു. ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവായി 3ആയി തിരിക്കാം. എന്താണ്? സ്ഥാനത്തെ അടിസ്ഥാനമാക്കി, ലൊക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ പീഠഭൂമികളെ 3ആയിട്ട് തിരിക്കാമെന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 വിഭാഗങ്ങളായിട്ടാണ് പീഠഭൂമികളെ തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് പീഠഭൂമികളാണ് ഉള്ളത് ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിലൊന്നാണ് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലെങ്കിൽ ഇന്റർമൗണ്ടൻ പ്ലേറ്റ്യൂസ്. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. 1 പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. 2 പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. 2 പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ അല്ലെങ്കിൽ പെട്മോൺ പ്ലേറ്റ്യൂസ്. 3 വൻകര പീഠഭൂമികൾ. ഏതാണ്? വൻകര പീഠഭൂമികൾ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂസ്. നിങ്ങൾക്കിവിടെ 1, 2, 3 എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പീഠഭൂമികളെ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, 3 വൻകര പീഠഭൂമികൾ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പീഠഭൂമികളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്റർമൗണ്ടൻ പ്ലേറ്റോ അല്ലെങ്കിൽ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികളുടെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ പീഠഭൂമിക്ക് ചുറ്റും മൗണ്ടൻ റേഞ്ചസും പർവ്വതങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പീഠഭൂമി പ്രദേശമാണ് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് പെട്മോൺ പ്ലേറ്റ്യൂവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം, ഒരു പർവ്വതത്തിന്റെ അടിവാരത്ത് അല്ലെങ്കിൽ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി, ടൈപ്സ് ഓഫ് പീഠഭൂമീസിനെയാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പീഠഭൂമിയാണ് നമ്മൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ അല്ലെങ്കിൽ പെട്മോൺ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ വൻകര പീഠഭൂമികൾ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂസിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വൻകര പീഠഭൂമികൾ. അപ്പോൾ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ. ലൊക്കേഷന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പീഠഭൂമികളെ നമുക്കിങ്ങനെ 3ആയിട്ടാണ് തരംതിരിക്കാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്സ് ഓഫ് പീഠഭൂമികൾ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഈ വർഗീകരിച്ചത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പീഠഭൂമികൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താണ് പീഠഭൂമി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പീഠഭൂമികളുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും SCRT ചാപ്റ്റേഴ്സിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷുവറായിട്ടും വായിച്ച് മനസ്സിലാക്കി തന്നെ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലുള്ള ഭൂവിഭാഗത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിൽ നിന്ന് 2 പോയിന്റാണ് നമുക്കുള്ളത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, രണ്ടാമത്തത് ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ആകൃതി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ത്രികോണാകൃതിയിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഒരു ത്രികോണാകൃതിയിൽ ഉപദ്വീപീയ ഇന്ത്യയെ ഫുള്ളായിട്ട് ഭൂരിഭാഗം കവർ ചെയ്ത് കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? കുറച്ചുകൂടി പീഠഭൂമികളുടെ ആ ഒരു ലൊക്കേഷനും അല്ലെങ്കിൽ ആ ഒരു കിടപ്പ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളൊരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പറഞ്ഞ ഇത്രയും ഭാഗത്ത് ഉപദ്വീപീയ ഇന്ത്യ ഏറെക്കുറെ കവർ ചെയ്ത് കാണപ്പെടുന്ന ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 900 മീറ്റർ 600 മുതൽ 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. എത്രയാണ്? 600 മുതൽ 900 മീറ്റർ വരെയാണ് ശരാശരി ഉയരം. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിനർത്ഥം. നമുക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ്, ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറെക്കുറെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതേപോലെ തന്നെ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനേക്കാൾ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് ഈ പറഞ്ഞ പോയിന്റിനർത്ഥം. അപ്പം ഇന്ത്യയുടെ മറ്റ് ഭൂപ്രകൃതി സവിശേഷതകളെ അപേക്ഷിച്ച് ഏറ്റവും പ്രായം ചെന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രായം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമികൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ 2 പോയിന്റ്, ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതമായതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഷില്ലോങ്, കർബി ആംഗ്ലോങ് പീഠഭൂമി, കിഴക്കൻ കച്ചാർ മലനിര എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്ക് കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഈ ഒരു വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും ഉപദ്വീപീയ പീഠഭൂമിയുടെ കുറച്ച് പ്രദേശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അല്ലാണ്ട് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കൻ ഭാഗത്തും കുറച്ച് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ പോയിന്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ഷില്ലോങ്, കർബി ആംഗ്ലോങ് പീഠഭൂമി, കിഴക്കൻ കച്ചാർ മലനിര എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്ക് കിഴക്കൻ തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതിരുകളെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകളെ പറ്റിയാണ് പറയുന്നത്. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ കിഴക്കൻ അതിരുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ കാണുന്നതാണ് നമ്മുടെ ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മഹാസമതലം. നമുക്ക് ഈ കാണുന്നതാണ്. അതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളമാണ് ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി. എത്ര? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഭൂവിഭാഗത്തിന്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ പീഠഭൂമിയിലെ നിബിഡ വനങ്ങളിൽ വസിക്കുന്ന പ്രധാന ഗോത്ര വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ പോയിന്റിൽ പറയുന്നത് ഈ പറഞ്ഞ പീഠഭൂമി പ്രദേശത്തെ നിബിഡ വനങ്ങളിൽ താമസിക്കുന്ന പ്രധാന ഗോത്രവർഗ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന് സാന്താൾ, ഗോണ്ട്, ബൈഗ, ഭില്ല്, കോർക്കു. സാന്താൾ, ഗോണ്ട്, ബൈഗ, ഭില്ല്, കോർക്കു എന്നീ ഗോത്ര വിഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ നിബിഡ വനങ്ങളിൽ താമസിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട NCERT-യിലുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ പറഞ്ഞ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഉപദ്വീപീയ പീഠഭൂമിയാണ് നമുക്ക് ഈ ത്രികോണാകൃതിയിൽ, ഏകദേശം ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു, പടിഞ്ഞാറ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു, കിഴക്ക് പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നു, കിഴക്ക് പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടും പടിഞ്ഞാറൻ അരികായിട്ട് പശ്ചിമഘട്ട മലനിരകളും കിഴക്കൻ അതിരായിട്ട് പൂർവ്വഘട്ടവും സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യൻ മഹാസമതലമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉത്തരേന്ത്യൻ മഹാസമതലത്തിന് തൊട്ട് തെക്ക് വശത്തായിട്ടാണ്, ഉത്തരേന്ത്യൻ മഹാസമതലത്തിന് തൊട്ട് തെക്ക് വശത്തായിട്ടാണ് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഉപദ്വീപീയ പീഠഭൂമികൾ ഒരൊറ്റ ഭൂവിഭാഗമല്ല, പല പീഠഭൂമികൾ കൂടി ചേർന്നതാണ് നമുക്ക് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിങ്ങനെ തട്ടുതട്ടായുള്ള പീഠഭൂമികളുടെ നിരകൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ്. അപ്പോൾ അങ്ങനെ ഇത്രയും പീഠഭൂമികൾ അടങ്ങിയതാണ്, തട്ടുതട്ടായിട്ടുള്ള ഇത്രയും പീഠഭൂമികൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയെ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ NCERT-യിലെ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2ആയിട്ട് തിരിക്കാം. അപ്പോൾ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കുന്നു. അതിലൊന്നാണ് ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടം. ഏതൊക്കെയാണവ? ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ മധ്യ ഉന്നത തടം, സെൻട്രൽ ഹൈലാൻഡ്സ്. ദ സെൻട്രൽ ഹൈലാൻഡ്സും ഡെക്കാൻ പ്ലേറ്റു എന്നിങ്ങനെ 2ആയിട്ടാണ്, ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം എന്നിങ്ങനെ 2ആയിട്ട് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമികളെ വർഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബേസിക്കലി പ്രധാനമായിട്ടും നമുക്ക് ഒരു ഡിവിഷനും കൂടെ അവിടെ വരും, വടക്ക് കിഴക്കൻ പീഠഭൂമികൾ എന്ന് പറഞ്ഞൊരു ഡിവിഷനും കൂടെ ഉണ്ട്. പക്ഷേ NCERT-യിൽ അത് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയും മധ്യ ഉന്നത തടത്തെ പറ്റിയും മാത്രമേ പറയുന്നുള്ളൂ. വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റേൺ പാർട്സിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ കൂട്ടിച്ചേർത്താണ് വടക്ക് കിഴക്കൻ പീഠഭൂമികൾ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആ വടക്ക് കിഴക്കൻ പീഠഭൂമികളെ പറ്റി NCERT-യിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഉപദ്വീപീയ പീഠഭൂമിയെ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഡെക്കാൻ പ്ലേറ്റു, ഡെക്കാൻ പീഠഭൂമി എന്നും മറ്റേത് സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെങ്കിൽ മധ്യ ഉന്നത തടം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്ക് ഏകദേശം ഇതേപോലൊന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒന്ന് ഡെക്കാൻ പ്ലേറ്റു, ഏകദേശം ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട്, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്താണ് നമുക്ക് ഡെക്കാൻ പ്ലേറ്റു കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ മുകൾ വശത്ത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കായിട്ടാണ് നമുക്ക് മധ്യ ഉന്നത തടം അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 2ആയിട്ട് തിരിച്ചു, ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും. അപ്പം ഇത് പ്രത്യേകം ഇതിന്റെ സവിശേഷതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ്, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞത്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്, സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശം. സത്പുര പർവ്വതത്തിന് തെക്ക് ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പ്ലേറ്റൂസ്. അതേപോലെ തന്നെ മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ഏതൊക്കെയാണ്? മൈക്കല നിരയും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരുകളാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ സത്പുര പർവ്വതനിരയ്ക്ക് തൊട്ട് തെക്ക് ഭാഗത്താണ് ഈ വിശാലമായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും, സത്പുര പർവ്വതത്തിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പ്ലേറ്റു കാണുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സത്പുര നിരകൾ. ഈ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് മഹാദിയോ കുന്നുകളും മൈക്കല നിരകളും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ
ഡെക്കാൻ പ്ലേറ്റ്യൂസിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ സത്പുരയും മൈക്കല നിരയും മഹാദേവ കുന്നുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. അതേപോലെ തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരുന്ന് ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത്. അതായത് പരൽ രൂപശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഉദാഹരണം ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര, നമ്മുടെ പരുത്തി കൃഷിയൊക്കെ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതും അല്ലെങ്കിൽ പരുത്തിയുമായിട്ട് അനുബന്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ്. അത് നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ ആ ഏരിയസ് ആയിട്ട് വരും. ആ റീജിയനെ പറ്റിയാണ് പറഞ്ഞത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് എന്നാണ് പറഞ്ഞത്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം ഡെക്കാൻ ട്രാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് റീജിയൻസിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് നമ്മുടെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസാൾട്ട് ശിലകളാൽ രൂപം കൊണ്ടുള്ള ഡെക്കാൻ ട്രാപ്പിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് നമ്മുടെ ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. റിഗർ മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്നതാണ്. ഈ കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെക്കാൻ ട്രാപ്പ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ പറഞ്ഞ റിഗർ സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണിൻ്റെ സാന്നിധ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. അപ്പോൾ വേനൽക്കാലത്തും ഈ മണ്ണ് കാർഷിക വിളകൾക്ക് ആയിട്ട് അനുയോജ്യമാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പണ്ടേ പഠിച്ചിട്ടുണ്ട്, പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് കറുത്ത മണ്ണിലാണ്, അല്ലെങ്കിൽ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. അതേപോലെ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഈ റിഗർ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങളാണ് ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ദൃശ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരായ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചിത്രം, സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. അപ്പോൾ ഈ രണ്ട് സവിശേഷതകളെ പറ്റി, പശ്ചിമഘട്ടത്തെ പറ്റിയും പൂർവ്വഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആ ഒരു സ്ഥാനമാണ് നമ്മൾ പറയുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. എവിടെ മുതലാണ്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിലാണ് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ച് കിടക്കുന്നത്. ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ, അതായത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്നു. ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികും ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികും എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. വടക്ക് നിന്നും ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വരുന്തോറും പശ്ചിമഘട്ട മലനിരകളുടെ ഉയരം കൂടി വരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര അല്ലെങ്കിൽ ഉയരം കൂടിയ കൊടുമുടി എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ്. ഏകദേശം 2695 മീറ്റർ നീളമാണ് അല്ലെങ്കിൽ ഉയരമാണ് ഈ ആനമുടിക്കുള്ളത്. അപ്പോൾ
വടക്ക് നിന്നും തെക്കിലേക്ക് വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ ഉയരം കൂടി വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ ഭാഗത്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആനമുടി നമ്മുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വടക്ക് നിന്നും തെക്കിലേക്ക് വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ ഉയരം കൂടി വരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി, നമ്മൾ നേരത്തെ പറഞ്ഞ ആനമുടി 2695 മീറ്റർ ഉയരമുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ, അതായത് ഇടുക്കി ജില്ലയിലെ ആനമല എന്നറിയപ്പെടുന്ന റീജിയനിലാണ് ഈ പറഞ്ഞ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2695 മീറ്റർ ആണ് ഈ കൊടുമുടിയുടെ ഉയരം. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് നമ്മുടെ ആനമുടി. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ പേരുകൾ എന്തെന്ന് ചോദിച്ചാൽ ആനമല, ഏലമല. ആനമലയെന്നും ഏലമലയെന്നും കേരളത്തിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നറിയപ്പെടുന്നു. നീലഗിരി എന്നാണ് കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളെ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആനമലയെന്നും ഏലമലയെന്നും അറിയപ്പെടുന്നു. കർണാടകത്തിൽ നീലഗിരി, കർണാടകത്തിലും തമിഴ്നാടിന്റെ ഭാഗങ്ങളിലും നീലഗിരി എന്നാണ് പശ്ചിമഘട്ട മലനിരകളെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സഹ്യാദ്രി എന്ന് മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നു. സഹ്യാദ്രി എന്നും മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ സഹ്യപർവ്വതം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആനമല, ഏലമല എന്നും തമിഴ്നാട്, കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡബെട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. അപ്പോൾ ദോഡബെട്ട കൊടുമുടിയെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ് ദോഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. 2637 മീറ്റർ ആണ് ദോഡബെട്ടയുടെ ഉയരം. ഈ പശ്ചിമഘട്ട മലനിരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ദോഡബെട്ട എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2637 മീറ്റർ ആണ് ഈ കൊടുമുടിയുടെ ഉയരം എന്നും നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഉപദ്വീപീയ നദികളേറെയും പിറവി കൊള്ളുന്നതും പശ്ചിമഘട്ട മലനിരയിലാണ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറെക്കുറെയുള്ള നദികൾ ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, തെക്ക് കന്യാകുമാരി, തമിഴ്നാടിൻ്റെ ഈ ഭാഗത്ത് കന്യാകുമാരി നമുക്ക് കാണാം. വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിലാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു ഇത്രയും സ്റ്റേറ്റിലാണ് നമുക്ക് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ വടക്ക് നിന്നും തെക്കിലേക്ക് വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ ഉയരം കൂടി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടു. നമുക്കൊന്നുകൂടെ കാണാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു ഇത്രയും സംസ്ഥാനങ്ങളാണ് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു 3 ചുരങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. ഒന്ന് താൽഘട്ട് ചുരം, മുംബൈയെയും നാസിക്കിനെയും കണക്ട് ചെയ്യുന്ന താൽഘട്ട് ചുരമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ബോർഘട്ട് ചുരമാണ്, മുംബൈയും പൂനെയും കണക്ട് ചെയ്യുന്നു. മൂന്നാമത്തത് പാലക്കാട് ചുരം. നമുക്കറിയാം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പാലക്കാട് ചുരം. അപ്പോൾ താൽഘട്ട് ചുരം മുംബൈനെയും നാസിക്കിനെയും കണക്ട് ചെയ്യുന്നു. മുംബൈനെയും നാസിക്കിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് നമ്മുടെ താൽഘട്ട് ചുരം. നെക്സ്റ്റ് ബോർഘട്ട് ചുരം മുംബൈനെയും പൂനെയിനെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ മുംബൈനെയും പൂനെയിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് നമ്മുടെ ബോർഘട്ട് ചുരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് പശ്ചിമഘട്ട മലനിരകളിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ അല്ലെങ്കിൽ പാസസ് എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ നമ്മൾ നോക്കി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് പശ്ചിമഘട്ടം, കിഴക്കൻ അരിക് പൂർവ്വഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തെ പറ്റി നമ്മൾ നോക്കി. നെക്സ്റ്റ് പൂർവ്വഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഗട്ട്സ് പൂർവ്വഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പശ്ചിമഘട്ടത്തിലാണ് നമുക്ക് ആനമുടി, ദോടബേട്ടയൊക്കെ നമ്മൾ പറഞ്ഞത് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ്. അത്രയും ഉയരത്തിലല്ല പൂർവ്വഘട്ടത്തിലെ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ കാണപ്പെടുന്നു. എവിടെ തൊട്ടാണ്? ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെയാണ് നമുക്ക് പൂർവ്വഘട്ടം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെയാണ് പൂർവ്വഘട്ടം വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം. 800 കിലോമീറ്റർ ആണ്, ഏകദേശം 800 കിലോമീറ്റർ ആണ് ഈസ്റ്റേൺ ഗട്ട്സിന്റെ അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം എന്ന് നമ്മൾ പറഞ്ഞത്. പശ്ചിമഘട്ടം ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ പൂർവ്വഘട്ടം ഏകദേശം 800 കിലോമീറ്റർ നീളത്തിലും കാണപ്പെടുന്നു. നെക്സ്റ്റ്, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഈ പറഞ്ഞ പൂർവ്വഘട്ടത്തെ മുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ തീരസമതലത്തിലൂടെ ഒഴുകുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി തീരസമതലങ്ങളിലൂടെ ഒഴുകി നമ്മുടെ സമുദ്രത്തിൽ പതിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഉപദ്വീപീയ ഇന്ത്യയിലൂടെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് ഒഴുകുന്ന നദികളാണ് കിഴക്കിലേക്ക് ഒഴുകുന്നത്. ആ ഒഴുകുന്ന നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ മലനിരകളുടെ തുടർച്ച നഷ്ടപ്പെടുത്തി ഇവ മുറിച്ചുകൊണ്ടാണ് പിന്നീട് ഒഴുകുന്നത്. പിന്നീട് ഈ പറഞ്ഞ ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തിലെ തുടർച്ച നഷ്ടപ്പെടുത്തി മുറിച്ചുകൊണ്ട് ഒഴുകുകയും തീരസമതലത്തിലൂടെ ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു. അപ്പോൾ ഈ പശ്ചിമഘട്ട നിരകളും പൂർവ്വഘട്ട നിരകളും തമ്മിൽ സംഗമിക്കുന്നുണ്ട്. ആ സംഗമിക്കുന്ന ആ സ്ഥലത്തെയാണ് നീലഗിരി കുന്നുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും സംഗമ സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നീലഗിരി കുന്നുകളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രധാനപ്പെട്ട കൊടുമുടികൾ. എവിടുത്തെ? പൂർവ്വഘട്ടത്തിലെ. പശ്ചിമഘട്ടത്തിലെ നമ്മൾ പ്രധാനപ്പെട്ട 2 കൊടുമുടികൾ പഠിച്ചു. ഒന്ന് ആനമുടിയും ഒന്ന് ദോടബേട്ടയും പഠിച്ചു. അതേപോലെ തന്നെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടികളാണ് ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയവ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് പ്രധാനമായും പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആനമുടി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതേപോലെ തന്നെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മുടെ ചിന്താഗഡ എന്ന് പറയുന്നത്. 1690 മീറ്റർ ഉയരമുള്ള ചിന്താഗഡയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ NCERTയിലെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പ്രകാരം, ജോഗ്രഫിയിലെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പ്രകാരം പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1501 മീറ്റർ ഉയരമുള്ള മഹേന്ദ്രഗിരി എന്നാണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ജോഗ്രഫി ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഫിഗർ ഉൾപ്പെടെ, അതായത് ഉയരം ഉൾപ്പെടെ മഹേന്ദ്രഗിരി 1501 മീറ്റർ ഉയരമുള്ള മഹേന്ദ്രഗിരിയാണ് ഏറ്റവും ഉയരം കൂടിയ പൂർവ്വഘട്ടത്തിലെ കൊടുമുടി എന്നാണ് നമുക്ക് 9ാം ക്ലാസ്സിലെ NCERT ചാപ്റ്റേഴ്സിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി 1690 മീറ്ററുള്ള ചിന്താഗഡയാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. നമ്മൾ ഈ പറഞ്ഞ പൂർവ്വഘട്ടം ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ 800 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് പൂർവ്വഘട്ടം എന്നാണ് നമ്മൾ പറഞ്ഞത്. മഹാനദി തടം മുതലേ നീലഗിരി കുന്നുകൾ വരെയാണ് പൂർവ്വഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 800 കിലോമീറ്റർ നീളത്തിൽ. പശ്ചിമഘട്ട മലനിരകളെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് പൂർവ്വഘട്ടത്തിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയുടെ കുറച്ച് ഭാഗങ്ങൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് നമ്മുടെ പൂർവ്വഘട്ടം വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട്, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നതതടം അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമി വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ മധ്യ ഉന്നത തടത്തെ പറ്റിയും ബാക്കി ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളെ പറ്റിയും നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ അല്ലെങ്കിൽ പീഠഭൂമികൾ എന്താണ്, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമികളുടെ സവിശേഷതകൾ, ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വലിയൊരു വേർതിരിവായ ഡെക്കാൻ പീഠഭൂമി വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.